നമ്മുടെ ദേശീയപാതയിൽ ചേരാനല്ലൂരിൽ അവിടെ അടിപ്പാത വേണം എന്നൊരാവശ്യം അത് ശക്തമാവുകയാണ്. ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവാത്ത രീതിയിൽ റോഡ് നിർമ്മാണം നടത്തുമെന്ന ദേശീയപാത അധികൃതരുടെ ഉറപ്പ് പാഴായിപ്പോയെന്നാണ് നാട്ടുകാരുടെ പരാതി. അടുത്ത വർഷം ഒക്ടോബറിൽ നിർമ്മാണം പൂർത്തിയാക്കണം എന്ന നിർദ്ദേശമുണ്ടെങ്കിലും പണി നീളുന്നതോടെ നാട്ടുകാരുടെ ദുരിതവും ഇരട്ടിക്കിരട്ടിയാകുമെന്നാണ് വിലയിരുത്തൽ. ദേശീയപാത 66 നിർമ്മാണം തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഏതാണ്ട് അത്രയും തന്നെ പഴക്കമുണ്ട് ചേരാനല്ലൂർ സ്വദേശികളുടെ ദുരിതത്തിനും സമരത്തിനും. ആറുവരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഉയരത്തിലുള്ള മതിലുകൾ നാടിനെ രണ്ടായി വിഭജിക്കുകയാണ്. ഇതോടെ നാട്ടുകാർക്ക് കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട ഗതികേടായി. ചേരാനല്ലൂർ പഞ്ചായത്ത് വരാപ്പുഴ പാലം തുടങ്ങി ഇങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴാണ് ഈ അടിപ്പാതകളൊന്നുമില്ല. അപ്പൊ ഈ പ്രദേശത്ത് മാത്രമാണ് ഇത്തരത്തിൽ വരുന്നത്. സമരം ആരംഭിച്ച ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഇവിടുത്തെ MLA-യും MP എല്ലാവരും വന്ന് പറഞ്ഞത് കളക്ടറുള്ള കൂടിക്കാഴ്ച 5 അടിപ്പാതകൾ ഉണ്ടാവും പറഞ്ഞു. അതിന്റെ ഡിപ്പേരൊക്കെ നോക്കി അന്ന് അതില്ലാത്തതുകൊണ്ടാണ് സമരം തുടങ്ങിയത്. ഡിപ്പേറിന്റെ ഇതനുസരിച്ച് സമരം തുടങ്ങിയത്. പിന്നീട് അത് ഓരോ ദിവസം പണി പുരോഗമിച്ച് വരുന്നതോറാണ് ശരിക്കും പറഞ്ഞാൽ മതിൽ കെട്ടി തിരിക്കുക എന്നുള്ള മനസ്സിലായത്. വികസനം വരണമെന്നുള്ള കാര്യം ഉറപ്പാണ്, അതിനകത്ത് ആർക്കും ഒരു എതിർപ്പില്ല. പക്ഷെ വികസനത്തിന്റെ പേരിൽ ഒരു പഞ്ചായത്തിലെ ഒരു ഭാഗത്തുള്ള ആളുകളെ മാത്രം ഒറ്റപ്പെടുത്തി നിർത്തുന്നു. അപ്പൊ അവർക്ക് ന്യായമായ അവകാശം, സഞ്ചാര സ്വാതന്ത്ര്യമുള്ള നാടല്ലേ, ആ ന്യായമായ അവകാശം മാത്രമേ നാഷണൽ അതോറിറ്റി നമ്മൾ പറയുന്നുള്ളൂ. അവർക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. 2.4 കിലോമീറ്ററിനിടയിൽ അടിപ്പാത എന്ന് പറയാൻ ഒന്നുമില്ല. കണ്ടെയ്നർ റോഡിനോട് ചേർന്നുള്ള ചെറിയ വിടവ് പര്യാപ്തവുമല്ല. മേൽപ്പാലം എന്നൊരു ആവശ്യം നാം ഉന്നയിക്കാത്തതിന്റെ കാരണം ഒട്ടനവധി വൃദ്ധരായ ആൾക്കാർക്ക് ഇപ്പോൾ ഇതിന്റെ ഹൈറ്റ് കയറി ഇറങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ അതിനുള്ള സ്ഥലം ഇവിടെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പുറത്ത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കറങ്ങി കുന്നുംപുറം ചെന്ന് കുന്നുംപുറത്തുനിന്ന് കറങ്ങി വേണം ആളിവിടെ വരാനായിട്ട്. എന്നുവെച്ചാൽ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം കറങ്ങണം. ഇതേ ബുദ്ധിമുട്ടുള്ള പറവൂർ പട്ടണം ഭാഗത്തെ ജനങ്ങൾ സമരമിരുന്നതോടെ അടിപ്പാതയ്ക്കുള്ള അനുമതി അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും ദേശീയപാത അധികൃതർ ചേരാനല്ലൂരുകാരുടെ ദുരിതങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല. അലൈൻമെന്റിൽ ഇവിടെ മാറ്റം വരുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ ഈ അണ്ടർപാസ് ഇല്ലാതെ ആവൂലല്ലോ. പണികൾ മൊത്തം അനാവസ്ഥയാണ്. ഇപ്പൊ പണികൾ ശരിക്കും ഇവർ പറഞ്ഞ കണക്ക് വെച്ച് പണികൾ തീരേണ്ട അവസ്ഥ കഴിഞ്ഞു. ഇപ്പൊ ഈ നമ്മുടെ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ റോഡ് കഴിഞ്ഞിട്ട് സർവീസ് റോഡ് വേണം, സർവീസ് റോഡ് കഴിഞ്ഞിട്ട് നടപ്പാത വേണം. ഇത് ഒന്നുമില്ലാതെ ഇപ്പൊ സർവീസ് റോഡും കാണയും കൂടി ഒന്നായിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ മനസ്സിലാക്കാൻ കഴിയും. സർവീസ് റോഡും കാണയും ഒന്നായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് 7 മീറ്റർ അവർ ഒപ്പിച്ച് വച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും നിവേദനങ്ങൾ പലകുറി നൽകി. ഒടുക്കം ഡൽഹിയിലെ സർക്കാരിന്റെ പ്രതിനിധി KV തോമസ് വഴി കേന്ദ്ര ഇടപെടൽ നടത്താൻ കഴിയുമോ എന്ന കാത്തിരിപ്പിലാണ് നാട്ടുകാർ. ന്യൂസ് മലയാളം, കൊച്ചി.